നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GST ഓഡിറ്റ് എന്നുള്ള കാര്യത്തെ പറ്റിയാണ്. GSTയിൽ 3 തരത്തിലുള്ള ഓഡിറ്റുകളാണ് GSTയിലുള്ളത്. So there are 3 types of audit in GST. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ടേൺ ഓവർ ബേസ്ഡ് ഓഡിറ്റ് എന്നുള്ളതാണ്. ഇത് ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ കോസ്റ്റ് അക്കൗണ്ടന്റ് എന്നിവരാണ്. എന്നാൽ ഗവൺമെൻറ് പിന്നീട് ഈ ഓഡിറ്റ് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഈ ഓഡിറ്റ് നിലവിലില്ല. സെക്ഷൻ 35 അതുപോലെ തന്നെ റൂൾ 80 ഇതിനെപ്പറ്റി പറയുന്നത്. ഇത് കഴിഞ്ഞ 3 വർഷം മുമ്പ് ടേൺ ഓവർ ബേസ്ഡ് ഓഡിറ്റ് GSTയിൽ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഒന്നാമത്തെ തരം ഓഡിറ്റ് ഇതാണ്. ഇപ്പോൾ നിലവിൽ ഈ ഓഡിറ്റ് നിലവിലില്ല. രണ്ടാമത്തെ ഓഡിറ്റ് എന്ന് പറയുന്നത് GST ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റ് എന്നുള്ളതാണ്. ഇത് സെക്ഷൻ 65 ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ GST ഡിപ്പാർട്ട്മെന്റിനെ ടാക്സ് പെയർ ഓഡിറ്റ് ചെയ്യാൻ സാധിക്കും. രജിസ്ട്രേഷൻ ഉള്ളവരെ, ഇല്ലാത്തവരെയല്ല, രജിസ്ട്രേഷൻ ഉള്ളവരെ ഓഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ ഓഡിറ്റ് ചെയ്യാനായിട്ട് സെക്ഷൻ 65 അവരെ അനുവദിക്കുന്നുണ്ട്. നമുക്കറിയാം സ്റ്റേറ്റ് GST ഉണ്ട്, സെൻട്രൽ GST ഉണ്ട്. സ്റ്റേറ്റ് GSTക്കാർ ഓഡിറ്റ് ചെയ്യുക അവരുടെ ജൂറിസ്ഡിക്ഷനിലുള്ള ടാക്സ് പെയറെയാണ്. അതുപോലെ തന്നെ CGSTക്കാർ ഓഡിറ്റ് ചെയ്യുക അവരുടെ ജൂറിസ്ഡിക്ഷനിലുള്ള ടാക്സ് പേയേഴ്സിനെയാണ്. അപ്പോൾ ഇത് ജൂറിസ്ഡിക്ഷണൽ അതോറിറ്റി തന്നെയാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അല്ലാതെ സെൻട്രൽ GSTയുടെ ടാക്സ് പേയേഴ്സിനെ സ്റ്റേറ്റുകാരോ അല്ലെങ്കിൽ തിരിച്ചോ ഓഡിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ടാക്സ് പേയേഴ്സിനെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് സെൻട്രലിൻ്റെ കീഴിലും സ്റ്റേറ്റിൻ്റെ കീഴിലും. അങ്ങനെയാണ് അത് പോകുന്നത്. ഇത് കൂടാതെ വരുന്ന മൂന്നാമത്തെ തരം ഓഡിറ്റാണ് സ്പെഷ്യൽ ഓഡിറ്റ് അണ്ടർ സെക്ഷൻ 66. ഇത് ചെയ്യുന്നത് CAക്കാരാണ്. അവർ ഇതിൻ്റെ പ്രത്യേകത ഗവൺമെൻറ്റിന് തോന്നുകയാണ്, ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് തോന്നുകയാണ് അക്കൗണ്ട്സ് കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഇൻപുട്ട് എടുത്തതൊക്കെ, അല്ലെങ്കിൽ ടേൺ ഓവറും ടാക്സും അല്ലെങ്കിൽ ഇൻപുട്ട് എടുത്തതൊക്കെ ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉണ്ടെങ്കിൽ ഒരു ഔട്ട്സൈഡ് CAനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിക്കണം എന്നുള്ള സെക്ഷനാണ്. ഇതിപ്പോൾ അധികം അങ്ങനെ ഉപയോഗിച്ചു വരുന്നില്ല, അത് പിന്നീടാണ് വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് 3 തരത്തിലുള്ള ഓഡിറ്റ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൽ ഡിപ്പാർട്ട്മെൻ്റൽ ഓഡിറ്റാണ് ഇമ്പോർട്ടൻ്റ്. രണ്ടാമത്തെ സെക്ഷൻ 65 പ്രകാരമുള്ള ഓഡിറ്റാണ്. അപ്പോൾ അതിൽ നമുക്കറിയാം സെൻട്രൽ GSTക്കാർ ഓൾറെഡി GST ഓഡിറ്റ് തുടങ്ങി വെച്ചിട്ടുള്ളതാണ്. കുറച്ച് നാളുകളായി അത് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റേറ്റ് GSTക്കാർ അത് കാര്യമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർക്കതൊരു പുതിയ ഒരു പ്രൊസീജിയറാണ്. അവരുടെ സ്റ്റേറ്റ് GSTയിൽ ഓഡിറ്റ് എന്നുള്ള ഒരു വിങ് ഉണ്ടായിരുന്നില്ല. അത് പുതുതായിട്ട് രൂപീകരിച്ച് അവരെ ട്രെയിൻ ചെയ്യിച്ച് ഓഡിറ്റ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് സെൻട്രൽ GSTക്കാർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. തെറ്റുകളുണ്ടെങ്കിൽ ടാക്സ് പെയർക്ക് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇത് നോട്ടീസായിട്ട് ആവുകയാണ് ചെയ്യുന്നത്. സ്റ്റേറ്റ് GSTക്കാർ അവരുടെ ഓഡിറ്റുകൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ, കാര്യമായിട്ട് പുരോഗതി ഉണ്ടായിട്ടില്ല. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് GST ഓഡിറ്റ് മാനുവൽ. ഇപ്പം നിലവിൽ ഒരു ഓൾ ഇന്ത്യ GST ഓഡിറ്റ് മാനുവലുണ്ട്, അത് പ്രകാരമാണ് ഓഡിറ്റ് ചെയ്യുക. പക്ഷേ സ്റ്റേറ്റ് GST അത് സെപ്പറേറ്റ് ഒരു മാനുവൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നു. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്.
അടുത്തൊരു കാര്യമുള്ളത് ശ്രദ്ധിക്കാനുള്ളത് ജോയിന്റ് ഓഡിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇത് പുതുതായിട്ട് പറയുന്നതാണ്. ഇപ്പം നിലവിൽ സെൻട്രൽ ജി എസ് ടിക്കാർ അവരുടെ ജൂറിസ്ഡിക്ഷനിലുള്ള ടാക്സ് പെയർ ഓഡിറ്റ് ചെയ്യുന്നു. സ്റ്റേറ്റ് ജി എസ് ടിക്കാർ സ്റ്റേറ്റ് ജി എസ് ടിയുടെ കീഴിലുള്ള ടാക്സ് പെയർ ഓഡിറ്റ് ചെയ്യുന്നു. പക്ഷെ പുതിയൊരു സംഭവം പറഞ്ഞു കേൾക്കുന്നത് ഇതാണ് ജോയിന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ജി എസ് ടിക്കാർ ഓഡിറ്റിന് പോകുമ്പോൾ സ്റ്റേറ്റ് ജി എസ് ടിയിലുള്ള ആൾക്കാരെയും കൂടി ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ തിരിച്ചു സ്റ്റേറ്റ് ജി എസ് ടിക്കാർ ഓഡിറ്റിന് പോകുന്ന സമയത്ത് സെൻട്രൽ ജി എസ് ടിയിലുള്ള ആൾക്കാരെയും കൂടി ഉൾപ്പെടുത്തി പരസ്പരം കപ്പാസിറ്റി ബിൽഡിംഗ്. കാരണം സ്റ്റേറ്റ് ജി എസ് ടിക്കാർക്ക് ഓഡിറ്റ് പുതിയ ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അവരെ കൂടുതൽ എക്യൂപ്പ് ചെയ്യേണ്ട ആവശ്യം ഉള്ളതായിട്ട് മനസ്സിലാവുന്നു. അപ്പം അതുകൊണ്ട് സ്റ്റേറ്റ് ജി എസ് ടിക്കാർ ഓഡിറ്റ് ചെയ്യുമ്പോൾ സെൻട്രൽ ജി എസ് ടിയിലുള്ള ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തുന്നു, തിരിച്ചും ചെയ്യുന്നു. അങ്ങനെ ഒരു കാര്യമാണ് പുതുതായിട്ട് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തോടു കൂടെ ഓഡിറ്റ് എന്ന് പറയുന്ന ജി എസ് ടിയിൽ വളരെ പരമപ്രധാനമായ ഒരു പ്രൊസീജിയറാണ് ജി എസ് ടി ഓഡിറ്റ്. അത് വളരെ പൂർവാധികം ശക്തിയോടെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ജി എസ് ടി ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു കൺകറൻറ്റ് പ്രൊസീജിയറാണ്. എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ ഓഡിറ്റ് ചെയ്ത് പോകേണ്ടതാണ്. അല്ലാതെ കുറേ നാൾക്ക് ശേഷം ഒന്ന് ഓഡിറ്റ് ചെയ്യണതിൽ പ്രത്യേകിച്ച് ലക്ഷ്യമില്ല. കാരണം ടാക്സ് പെയറുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരമാണ് ശരിക്കും ഈ ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ നടക്കണമെങ്കിൽ അതാത് കൊല്ലങ്ങളിൽ തന്നെ ഓഡിറ്റ് കഴിഞ്ഞു പോകണം. ഒരു വർഷം കഴിഞ്ഞാൽ പിറ്റത്തെ വർഷത്തിൽ പഴയ വർഷം ഓഡിറ്റ് ചെയ്യാൻ പറ്റണം. എന്നാലാണ് ആ ഓഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യം നേടുന്നുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടാവുന്നത് സാധാരണ ഒരു ഇൻസ്പെക്ഷൻ പോലെ അല്ലെങ്കിൽ ഒരു സ്ക്രൂട്ടിനി പോലെ കുറേ നാൾക്ക് ശേഷം അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യുന്നു, തെറ്റുകൾ കാണുന്നു, നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നു, പെനാൽറ്റി അടയ്ക്കേണ്ടി വരുന്നു. അപ്പോൾ ഓഡിറ്റ് എന്ന് പറയുന്നതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു ലക്ഷ്യം ഈ പോകുന്ന പോക്കിൽ നേടുന്നില്ല. ഇത് ഒരു സ്ക്രൂട്ടിനി എന്നുള്ള ലെവലിലേക്കാണ് ഇതിപ്പോൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ, സെൻട്രൽ ജി എസ് ടിയും സ്റ്റേറ്റ് ജി എസ് ടിയും അതാത് സമയങ്ങളിൽ, അതായത് ഒരു വർഷം കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഓഡിറ്റ് ചെയ്ത് തീർക്കുക. അതുവഴി ടാക്സ് പെയർക്ക് വലിയൊരു സൗകര്യമാണ്. കാരണം മിസ്റ്റേക്കുകൾ തിരുത്താനും പലിശയും പെനാൽറ്റിയും ഒക്കെ ഒഴിവാക്കാനും സാധിക്കും. ഇതോടുകൂടെ ഇന്നത്തെ ടോപ്പിക് നമ്മൾ അവസാനിപ്പിക്കുന്നു. നന്ദി.